ഓക്കെ, ഇപ്പോൾ നമ്മളൊരു സിമുലേഷനാണിത്. ഇതിൽ ഞാനൊരു 10 വോൾട്ട് പീക്കുള്ള ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 കിലോ ഹെർട്സ് ആണ് ഫ്രീക്വൻസി. നമ്മളിപ്പം വലിയ രീതിയിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണാം. ഈ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു DC വോൾട്ടേജ് ആണ്, വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ ആണ്. ഓക്കെ, ഇതിന് വോൾട്ടേജ് എന്ന് പറയുന്നത് -10 മുതൽ 10 വോൾട്ടേജ് വരെ, പോസിറ്റീവ് 10 വോൾട്ടേജ് വരെ വേരി ചെയ്യിക്കാൻ പറ്റും. ഇതെന്തിനാ ഈ സർക്യൂട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ കൂടെ ഒരു DC ആഡ് ചെയ്യുന്ന സർക്യൂട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് DC ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം ഇതിൻ്റെ ഇൻപുട്ട് 10 വോൾട്ട് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ നമ്മുടെ വേരിയബിൾ പവർ സപ്ലൈ, വേരിയബിൾ DC പവർ സപ്ലൈയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, സോ 0 വോൾട്ടേജിൽ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ സിമുലേഷൻ നോക്കുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ടാണ് കിട്ടുക. ഓക്കെ, കാരണം ഇവിടെ എന്താണ്, DC വോൾട്ടേജ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. സോ ഇൻപുട്ട് എന്താണോ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇവിടെ രണ്ടും ഒരേ ലെവൽ ആയതുകൊണ്ടാണ്, ഒരേ ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് ഓവർലാപ്പായി കാണിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ വൈ പൊസിഷൻ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 2 സിഗ്നൽ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓവർലാപ്പ്ഡ് ആയിട്ടാണ് കാണാം. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി. ഓക്കെ, സോ ഞാനിതിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ, അതായത് DC വേരിയബിൾ പവർ സപ്ലൈയിൽ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് 10 വോൾട്ടേജ് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. അത് ഞാൻ 10 വോൾട്ടേജിലേക്ക് മാറ്റി. ഓക്കെ, സോ 10 വോൾട്ടേജിൽ മാറ്റിയപ്പോൾ പോസിറ്റീവ് 10 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ +10 വോൾട്ടേജ് ആണ്. ആ സമയത്ത് നോക്കുക, നിങ്ങൾ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ഇതാണ് നമ്മുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫുൾ സ്വിങ് മുകളിലേക്ക് പോയതായിട്ട് കാണാം. ഓക്കെ, സോ ഇതെന്താണ്, പോസിറ്റീവ് ക്ലാമ്പർ ആണ് അല്ലേ, പോസിറ്റീവ് ക്ലാമ്പർ ആണ്, മുകളിലോട്ടേക്കാണ് പോയിട്ടിരിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്തത്, ഒരു 10 വോൾട്ടേജ് സപ്ലൈ, കാരണം ഇതിൻ്റെ വോൾട്ടേജ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 10 വോൾട്ട് ആണ്. അപ്പോൾ അതേ 10 വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തപ്പോൾ, വേരിയബിൾ DC പവർ സപ്ലൈയിൽ കൊടുത്തപ്പോൾ ഫുള്ളായിട്ടുള്ള സിഗ്നൽ മുകളിലോട്ടേക്ക് പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്. ദെൻ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, ഇത് -10 വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് നോക്കുക, ഫുൾ സ്വിങ് താഴോട്ടേക്ക് പോയി അല്ലേ, ഫുൾ സ്വിങ് താഴോട്ടേക്ക്. ഇതെന്താണ്, നെഗറ്റീവ് ക്ലാമ്പർ ആണ്, നെഗറ്റീവ് ക്ലാമ്പർ ആണ്. സോ ആദ്യത്തേത് എന്തായിരുന്നു, പോസിറ്റീവ് ക്ലാമ്പർ. നമ്മൾ 10 വോൾട്ട് പോസിറ്റീവ് 10 വോൾട്ടേജ് കൊടുത്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ -10 വോൾട്ടേജ് കൊടുത്തു. DC വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് എന്താ സംഭവിക്കുന്നത്, മുകളിലോട്ടേക്കോ താഴോട്ടേക്കോ ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും അല്ലേ. സോ ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് തന്നെയാണ്, പോസിറ്റീവ് പാർട്ടിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിലേക്കോ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാമ്പർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ എല്ലാ കേസിലും നമുക്കിങ്ങനെ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് ക്ലാമ്പ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ടുള്ള വേറെ മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുക റെസിസ്റ്ററും ഡയോഡും കപ്പാസിറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പ്രോസസ്സ് എന്ന് മനസ്സിലായല്ലോ. DC ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലോട്ടേക്കും താഴോട്ടേക്കും ഈ സിഗ്നൽസിനെ, ഇൻപുട്ട് സിഗ്നൽസിനെ മാറ്റുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാമ്പർ സർക്യൂട്ടിനെ പറ്റിയിട്ടാണ്. സോ ക്ലാമ്പറിൽ എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാമ്പിംഗ് ആക്ഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം, ഇതൊരു ക്ലാമ്പർ സർക്യൂട്ടാണ്. ഇത് നെഗറ്റീവ് ക്ലാമ്പർ ആണ്.
നെഗറ്റീവ് ക്ലാമ്പർ എന്ന് പറയുന്ന സമയത്ത് ഡയോഡിൻ്റെ പൊസിഷൻ നോക്കുക, എറോ മാർക്ക് താഴോട്ടേക്കാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, സോ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ദെൻ ഡയോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ക്ലാമ്പർ സർക്യൂട്ടിന് വേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഈ സിഗ്നൽ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇൻപുട്ട് ഇതാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ സിഗ്നലാണ്. ഇവിടെ നമ്മൾ നേരത്തെ DC വോൾട്ടേജ് മാത്രം കൊടുത്തപ്പോഴുള്ളതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 0.7 ഡ്രോപ്പ് ഇവിടെ മുകളിലോട്ടേക്ക് കയറിയതായിട്ട് കാണാം. ഓക്കെ, നമ്മൾ നേരത്തെ ആണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ സീറോയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു ഡയോഡിൻ്റെ ഡ്രോപ്പ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് നെഗറ്റീവ് ക്ലാമ്പറാണ്. ഇനി ഇതിൻ്റെ നമ്മൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ സ്വിങ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, 10 വോൾട്ടേജ് ആണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നത്, 20 വരും. നമുക്ക് 20 വോൾട്ടേജ് മൊത്തം വരും. ഇവിടെ 10+10 20 വോൾട്ടേജ് സ്വിങ് വരും. ഇവിടെ കുറച്ച് മുകളിലോട്ടേക്ക് പോയതായിട്ട് കാണാം. അത് ഈ വോൾട്ടേജ് ഡ്രോപ്പാണ്, ഡയോഡിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണ്. ഐഡിയൽ കേസ് നോക്കുകയാണെങ്കിൽ ഈ 0.7 സ്വിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ 0.7 വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് ഉണ്ടാവില്ല. നേരെ നമുക്ക് സീറോയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഐഡിയൽ കേസിൽ കാണിക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ.